ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികളാണ് നാം എല്ലാവരും. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കൂദാശകളുടെ സ്വീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും നിറവിലും ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഇന്നേ ദിനം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു കാര്യം ഇതാണ്: ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി എപ്രകാരമുള്ള ജീവിതമാണ് നയിക്കേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-ാം തിരുവചനം: ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരുടെയും മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സ്വീകരിച്ച നമ്മൾ എപ്രകാരം ജീവിക്കണം? പീഡിതരെ സദ്വാർത്ത അറിയിക്കണം. നന്മ നിറഞ്ഞ വാക്കുകളാൽ നമ്മുടെ ജീവിതം നമ്മൾ അലങ്കരിക്കണം. മംഗളവാർത്ത, സദ്വാർത്ത എന്നത് മംഗളവാർത്തയാണ്. നമ്മുടെ വാക്കുകൾ അനുദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും ഉത്തേജനം നൽകുന്നതുമാകണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വീഴ്ച വരാൻ കാരണം നമ്മുടെ സംസാരമാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ, ദൈവമേ, ഞാൻ അശുദ്ധമായ അധരമുള്ളവനാ, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാ. അപ്പം എൻ്റെ സംസാരത്തിൽ ഒത്തിരി വീഴ്ചകളുണ്ട്. ചീത്ത പറയുന്ന, മോശം പറയുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന വിധത്തിലൊക്കെയുള്ള സംസാരങ്ങൾ എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ദൈവമേ, ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് തീക്കനൽ കൊണ്ട് പ്രവാചകന്റെ അധരത്തെ സ്പർശിച്ചപ്പോൾ പ്രവാചകന്റെ അധരം വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവാകുന്ന തീക്കനലാൽ, അഗ്നിയാൽ എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. നല്ലത് പറയുവാൻ, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുന്നതും വളർത്തുന്നതും മംഗളകരമായ കാര്യങ്ങൾ പറയുവാൻ എൻ്റെ അധരത്തെ, ആത്മാവിലുള്ളൊരു ജീവിതം, അധരം കൊണ്ട് നല്ലത് പറയുന്ന ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും, വേദനിക്കുന്നവർക്ക് താങ്ങായി നിൽക്കുവാനും, നൊമ്പരപ്പെടുന്നവർക്ക് സ്നേഹത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും പരിശുദ്ധാത്മാവെ എൻ്റെ അധരത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർക്കാം. ദൈവമേ, ആത്മാവിനാൽ നിറയപ്പെട്ട, സ്നാനം ചെയ്യപ്പെട്ട എൻ്റെ ജീവിതത്തെ, ഹൃദയമായിട്ട് എൻ്റെ സംസാരത്തെ വിശുദ്ധീകരിക്കണമെന്ന്, നല്ലത് പറയുവാൻ, സ്നേഹത്തിൻ്റെയും വളർത്തുന്നതും ഉത്തേജിപ്പിക്കുന്നതും കരുത്ത് പകരുന്നതുമായ വാക്കുകളാൽ എൻ്റെ ജീവിതത്തെ അലങ്കരിക്കണമേ. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന സംസാര രീതികളിൽ നിന്നും എന്നെ നീ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ദിവികാരുണ്യ ഈശോയെ, അങ്ങയുടെ പൊതിയുന്ന ദിവികാരുണ്യ സംരക്ഷണത്താൽ ഈ ഒരു കൃപയുടെ നിറവിലേക്ക് എന്നെ കൈപിടിച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും